എന്റെ പൊന്നളിയ ഈ അതല്ലല്ലോ, രേഷ്മ പി തങ്കച്ചൻ ബിഗ് ബോസിലേക്ക് പോയപ്പോ പുറത്തൊരുമാതിരി പ്രൊമോഷൻ നടത്തിയിട്ടാ പോയേക്കുന്നത്. വെറൈറ്റി മീഡിയക്ക് പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂ കൊടുത്തു. എങ്ങനെ പോസിറ്റീവ് ആക്കാൻ കൊടുത്ത ഇന്റർവ്യൂ, അതിനകത്ത് തന്നെ എന്തൊക്കെ തോന്നിവാസം പറഞ്ഞ് നെഗറ്റീവ് ആക്കിയിട്ടാ പോയേക്കണമെന്ന് നിങ്ങൾ അറിയുമോ? പുള്ളിക്കാരിയുടെ ഭക്ഷണ രീതി, പുള്ളിക്കാരിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ടോപ്പ് 5 വരുമോ, ഇങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇത് മസ്താനിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലായി നല്ലൊരു ഇന്റർവ്യൂവർ ആണെങ്കിൽ നല്ല രീതിക്ക് ഇന്റർവ്യൂ പോകും. തോന്നിവാസം പിടിച്ച ഇന്റർവ്യൂവറിന് ബോധം ഇല്ലെങ്കിലാണ് ഇവരുടെ ഇന്റർവ്യൂ ഇതുപോലെ വൈറലാകാൻ വേണ്ടി കണ്ട തോന്നിവാസം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മസ്താനി കൊള്ളാം. അപ്പൊ നമുക്ക് രേണു ചേച്ചി പറയുന്ന എന്തൊക്കെയാന്ന് കേൾക്കാം. അതിനു മുമ്പേ ആദ്യമായിട്ട് നമ്മളെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനും സബ്സ്ക്രൈബ് ബട്ടണാക്കിട്ട് പകനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. കൂടുതലായി എടുത്തിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ രേണു ബിഗ് ബോസിൽ പോയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ വന്നു ചേട്ടാ എന്നൊക്കെ ഉള്ള ഷോ കാണിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി അതിനകത്ത് പോയത്. ഈ പോകുന്നതിന് മുമ്പേ ഒരു പ്രൊമോഷൻ പരിപാടി നടത്തണമല്ലോ. വെറൈറ്റി മീഡിയക്ക് 1-2 മീഡിയക്കൊക്കെ ഒരു ചെറിയ ഇന്റർവ്യൂ കൊടുത്തിട്ടാ പോയെ. ഇന്റർവ്യൂല് ഇവര് ബിഗ് ബോസിൽ പോകുന്നില്ല, ഇവർക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല, അവര് വിളിച്ചിട്ടില്ല. പക്ഷെ ചോദ്യങ്ങളെല്ലാം ബിഗ് ബോസിൽ പോകുകയാണെങ്കിൽ ടോപ്പ് 5 വരുമോ, ബിഗ് ബോസിൽ പോകുകയാണെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിനെ പേടിയുണ്ടോ, ബിഗ് ബോസിൽ പോകുകയാണെങ്കിൽ ഇങ്ങനെ പെർഫോം ചെയ്യുമോ, ഇതൊക്കെയാണ് ചോദ്യം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ ഫ്രഷ് സാധനം എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് രേണുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം, രേണു കുടിക്കുന്ന പ്യാനീയം, ആ പ്യാനീയം എന്താ നമുക്കൊന്ന് കേട്ടു നോക്കിയല്ലോ. എന്നാ കേട്ടോ. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ കഴിക്കും. ഇപ്പം ചേച്ചി വന്നിപ്പോ ഞാൻ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ്. അതുപോലെ ചേച്ചി ഒരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ ആപ്പിൾ ജ്യൂസ് കുടിക്കത്തുള്ളൂ. പക്ഷെ അത് ആൾക്കാർ ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നില്ല, ആപ്പിൾ ജ്യൂസേ കുടിക്കത്തുള്ളൂ. അതിലാണ് അവിടെ പ്രശ്നം. ഇതൊരുമാതിരി പൊട്ടൻ ലോട്ടറി അടിച്ച പോലത്തെ സെറ്റപ്പാ. ഞാൻ ആപ്പിൾ ജ്യൂസ് കുടിക്കാറുണ്ട്, എനിക്ക് ആപ്പിൾ ജ്യൂസ് ഇഷ്ടമാണെന്നല്ല, ഞാൻ ആപ്പിൾ ജ്യൂസേ കുടിക്കൂ. പച്ച വെള്ളം കുടിക്കത്തില്ല. എനിക്ക് കുടിക്കണമെങ്കിൽ ആപ്പിൾ ജ്യൂസ് വേണം, മുഖം കഴുകണമെങ്കിൽ ആപ്പിൾ ജ്യൂസ് വേണം, കുളിക്കാൻ വരെ എനിക്ക് ആപ്പിൾ ജ്യൂസ് വേണം. ആപ്പിൾ ജ്യൂസേ ഞാൻ കൂച്ചിക്കോ, നമുക്കെന്ത് കൂച്ചി സൗന്ദര്യം വർദ്ധിപ്പിക്കും. ആപ്പിൾ ജ്യൂസ് എന്നെ കടിക്കുമോ? എന്നിട്ട് എന്തോ ഞാൻ എന്തൊക്കെയോ ഫുഡ് കഴിക്കുള്ളൂ, ഒരു ചെറിയൊരു അധികം ഒന്നും കഴിക്കൂല. ഫുഡ് എന്ന് പറഞ്ഞ സാധനം കഴിക്കൂല. ആപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ്, അതുകൊണ്ട് കുടിക്കും. അതും കുറച്ച് ദിവസം ആയതേ ഉള്ളൂ അതൊക്കെ തുടങ്ങിയിട്ട്. കുറച്ച് ദിവസമേ ഉള്ളൂ. പുള്ളിക്കാരി ആപ്പിൾ ജ്യൂസിന്റെ ടേസ്റ്റ് ഇതാണ് ആപ്പിൾ എന്ന് മനസ്സിലാക്കിയത് കുറച്ച് ദിവസം മുമ്പാ. അല്ലെങ്കിൽ സാമ്പത്തികം അതിഭീകരമായി വന്നപ്പോഴത്തേനും ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ആപ്പിൾ ജ്യൂസ് പിടിച്ച് കടിക്കത്തില്ല, നിങ്ങൾ ആപ്പിൾ ജ്യൂസിനെ പിടിച്ച് കടിക്കായിരുന്നാൽ മതി. പക്ഷെ ഞാൻ ആപ്പിൾ ജ്യൂസേ കുടിക്കൂ, അതെന്തൊരു സെറ്റപ്പാന്ന് പിടികിട്ടിയില്ല. നല്ലതാണ്, സൗന്ദര്യവർദ്ധനവിന് നല്ലതാണ്. എല്ലാവരും ഓരോ കുപ്പി ആപ്പിൾ ജ്യൂസ് മേടിച്ച് കുടിക്കൂ. അപ്പൊ ഈ ആപ്പിൾ ജ്യൂസിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് ഷുഗർ ഉണ്ടാവും. അത്രയും ഷുഗർ നമ്മൾ കൺസ്യൂം ചെയ്യും. ആർട്ടിഫിഷ്യൽ കളർ ഉണ്ടാവും, ആ കളർ നമ്മൾ കൺസ്യൂം ചെയ്യും. ഈ അടിച്ചു തരുന്ന ആപ്പിൾ ജ്യൂസ് ഒന്നും ഒറിജിനൽ ആപ്പിൾ ജ്യൂസ് അല്ല, കടകളിൽ അടിച്ചു തരുന്നില്ല, നമ്മൾ ബോട്ടിൽ മേടിക്കുന്നത്. അറിയാലോ, ന്യായം അതിനകത്തുണ്ടാവും. ബാക്കി പറ ചേച്ചി. നമ്മളിപ്പോ നോർമലി ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങുമ്പോഴാണ് ആൾക്കാർ മുടി എക്സ്റ്റൻഷൻ വെക്കുന്നത്. എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ സീസണിൽ ഞാൻ ഇനി ബിഗ് ബോസ് കണ്ടെങ്കിൽ വേണ്ട, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളെ അല്ല. എനിക്ക് അതിന്റെ എന്തോന്ന് പോലും എനിക്കറിയില്ല. വല്ലപ്പോഴും ബിഗ് ബോസ് എന്താണെന്ന് പോലും ചേച്ചിക്ക് അറിയില്ല. എന്താണ് ബിഗ് ബോസ് എന്ന് ചേച്ചിക്ക് അറിയില്ല. ചേച്ചി ബിഗ് ബോസ് കാണാറില്ല, ചേച്ചിക്ക് ബിഗ് ബോസ് ഇഷ്ടമല്ല, ചേച്ചിക്ക് ബിഗ് ബോസ് ആയിട്ട് ഒരു ബന്ധമില്ല. അതെങ്ങനാ? ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തു, ഞാൻ ഫ്ലൈറ്റിൽ കയറി എന്ന് പറഞ്ഞു, ഞാൻ വിമാനത്തിൽ കയറി എന്ന് പറഞ്ഞു, എന്നെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ഇവിടെ ഇരിപ്പില്ലേ എന്ന് പറഞ്ഞു. ചേച്ചിയുടെ വീട്ടിലിരുന്നിട്ട് മറ്റേ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫിറോസിക്ക് പ്രൊമോഷൻ ആയാലോ. ബാക്കി പറ. സ്ക്രോൾ ചെയ്ത് കാണുന്നല്ലാണ്ട് ഞാൻ ഇന്ന് വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ഹെയർ അത് കണ്ടിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നോർമലി മുടി വെച്ചതാണ് വന്നത്, പക്ഷെ ബിഗ് ബോസ് പുള്ളിക്കാരി കാണാറില്ല. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ. വേറൊരു കേൾപ്പിക്കട്ടോ. ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു, വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചില്ല. ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? അഥവാ എന്നെ ഇതുവരെയായിട്ട് വിളിച്ചിട്ടില്ല. വിളിച്ചാൽ എന്തായാലും ഞാൻ കയറി പോകും തന്നെ ഞാൻ പറയുന്നു. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ ഞാൻ കയറി പോകുമെന്ന് തന്നെ പറയുന്നു. ഇതെപ്പോഴാ? ഈ യൂട്യൂബേഴ്സ് എല്ലാം ഇവർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം അപ്ലോഡ് ചെയ്തു, ഇവര് കയറിപ്പോയെന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. നിങ്ങൾ ബിഗ് ബോസിൽ പോകാനിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആക്കിയിട്ട് വേണ്ടേ പോകാൻ. നിങ്ങൾ ഇവിടെ തന്നെ പെരും കള്ളിയാണെന്ന് പ്രൂവ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിനകത്തോട്ട് കയറി പോയിരിക്കുന്നത്. കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് ഈ ഒരു ടോക്ക് അവോയ്ഡ് ചെയ്യായിരുന്നു. ഞാൻ പോയിട്ടില്ല, ഞാൻ വീട്ടിലുണ്ട്, പക്ഷെ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ പോകാൻ വേണ്ടി നിൽക്കുന്ന അന്നത്തെ ദിവസം ആണ് എന്ന് തോന്നുന്നു. അന്നത്തെ ദിവസം രാത്രി ബിഗ് ബോസിന്റെ ആൾക്കാർ വന്ന് ഇവരുടെ പ്രൊമോ ഷൂട്ട് ചെയ്തിട്ട് ഇവരെയും കൂടെ പൊക്കി തോളത്തിട്ടുകൊണ്ട് പോയി അതോടെ ബിഗ് ബോസ് കയറ്റി വിട്ടയാ. അല്ലല്ലോ,
കുറഞ്ഞത് ഒരാഴ്ച മുമ്പെങ്കിലും ഈ സാധനം ഷൂട്ട് ചെയ്തിട്ടില്ലേ? എന്തൊരു കള്ളത്തരോ പറയുന്നത് എന്നുള്ളതാ. അപ്പൊ പിടിച്ചു നിൽക്കും കേട്ടോ ഇവര്. ഞാൻ എന്റെ യഥാർത്ഥമായ രീതിയിൽ നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥമായ രീതിയിൽ നിൽക്കാനാണ്, ഒന്നും പേടിക്കാനില്ല, ഫുൾ സപ്പോർട്ട്, ഒന്നും പേടിക്കാനുള്ള, പഠിച്ചു കയറുക അല്ലേ. അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോടെ കൂടി പോകും. കാരണം സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ്. അതും കൂടെ അങ്ങേരുടെ തലക്കോട്ടിട്ട്, എന്നിട്ട് അങ്ങേരുടെ പെട്ടി എടുത്തോണ്ട് പോന്നു. അങ്ങോട്ട് ചെന്നിട്ട് ചേട്ടാ ഞാൻ വന്നു ചേട്ടാ, സുച്ചേട്ടാ പോയി, ആ ഒരു സെറ്റപ്പ് ഒക്കെയാണ് കാണിക്കുന്നത്. എന്തരാണോ എന്തോ വെച്ചത് ബിഗ് ബോസിലേക്കോ? പിന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ വിളിച്ചിട്ടില്ല? എന്നെ വിളിച്ചിട്ടില്ല? പിന്നെ ഞാൻ എന്താണ് കെട്ടിപ്പിടിക്കൊക്കെ പോയത്? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ബിഗ് ബോസുകാർ വന്നിട്ട് പ്രൊമോ ചെയ്തപ്പോഴത്തേനും സ്നേഹപൂർവ്വം ലാലേട്ടൻ ആ സാധനമൊക്കെ കാണിച്ച് എന്തിനാണ്? എമ്മാതെ ഇവർ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് ഇവർ തന്നെ പ്രൂവ് ചെയ്തു. മിനിമം അവർക്ക് ആ കള്ളം പറയുന്നെങ്കിൽ അവോയ്ഡ് ചെയ്യായിരുന്നു. അപ്പോൾ സ്വരസിദ്ധമായി ജന്മന കള്ളം പറയാനുള്ള ഒരു സ്പെഷ്യൽ ഒരു കലാകാരിയാണ് ഈ കുട്ടി. തങ്കച്ചൻ ചേട്ടനും മോശമൊന്നുമല്ല. രേണുസുതി ഫ്ലവർ അല്ലടാ, ഇങ്ങനെ തന്നെ താഴല്ലേ താന്നു കഴിഞ്ഞ് അടിച്ചു പൊക്കാൻ ആളുണ്ട്. അല്ല, താഴെ നിങ്ങൾ ഈ ഭൂമിയിലേക്കൊന്ന് കാല് കുത്തിയിട്ടുണ്ട്. ബഹിരാകാശത്ത് തന്നെ സ്വന്തമായിട്ട് 2 നില വീട് വെച്ചു. അതിന് ഫിറോസിക്കാണ് വെച്ചതെന്ന് അറിയത്തില്ല. നിങ്ങൾ ഇനി എന്ത് താഴാൻ പൊങ്ങി പോട്ടം കിട്ടുക, വലിയ നിലയിൽ പോട്ടം കിട്ടുക. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം ഇനി നെഗറ്റീവിനെ പേടിക്കാനില്ല. എന്ത് സംഭവിച്ചാലും അത് പോസിറ്റീവാ. നെഗറ്റീവിനെ കുറിച്ച് ഞാൻ പേടിക്കണ്ട. ഇതിൽ കൂടുതൽ നെഗറ്റീവ് ഒരു മനുഷ്യരില്ല. അതുകൊണ്ട് അങ്ങനെ പേടി വേണ്ട. താഴെ എഴുതി കേട്ടോ, താഴെ എഴുതി കേട്ടോ. എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഫൈനൽ 5 വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വന്നാൽ വരും എന്നുള്ള ഇതില്ല. പിന്നെ ഞാൻ എന്താണോ അതാണ് ഞാൻ. ഏതിപ്പം ബിഗ് ബോസ് അല്ല, ഏത് പ്ലാറ്റ്ഫോമിലും ഞാൻ ചെന്ന് നിന്ന രേണുസുതി ആരാണോ എന്താണോ അത് രേണുസുതി തന്നെയാണ്. അല്ലാതെ അത് കേട്ടാ മതി. എനിക്ക് അത് കേട്ടാ മതി. അപ്പൊ പിന്നെ നമ്മൾ കണ്ടന്റ് നോക്കി വിഷമിക്കണ്ട. നിങ്ങൾ തരുമെന്നർത്ഥം. ഒന്ന് പറയുന്നു, മാറ്റി പറയുന്നു, ലാലേട്ടന്റെ തന്തയ്ക്ക് വിളിക്കുന്നു, ബിഗ് ബോസിന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. സെറ്റ് സാധനം, സെറ്റിമ് സാ. ഇവിടെ പുറത്ത് കിടന്ന് തങ്കം ചേട്ടൻ കുറെ പരിപാടികൾ കാണിക്കുന്നു. ഞാലിയാൻകുഴിയിലെ ചേട്ടനൊക്കെ വീണ്ടും പുറത്ത് വരുന്നു. സെറ്റ് സാധനം. ഒന്നുമില്ല അഹങ്കരിക്കാൻ, ഒന്നുമില്ലാത്ത ഒരാളാണ് അഹങ്കരിക്കാൻ. താഴെ എന്ന് പറഞ്ഞാൽ താഴെ തന്നെ നിൽക്കുന്ന ആളാണ് ഞാൻ. ഒരു അഹങ്കാരിയായിട്ടില്ല, അഹങ്കരിക്കാനൊട്ട് ഒരുക്കമല്ല. ഞാൻ എന്താണോ അത് ഞാനാണ്. അഹങ്കരിക്കാഞ്ഞിട്ട് ഇങ്ങനെ എന്റെ പൊന്നളിയ. അപ്പൊ ഒന്ന് അഹങ്കരിക്കുകയും കൂടെ ചെയ്തിരുന്നെങ്കിലോ? പുള്ളിക്കാരി ഇത് അഹങ്കാരമല്ല, ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് അഹങ്കാരമല്ലേ? ഇതൊന്നും അഹങ്കാരമല്ലേ കാണിച്ചു ഒന്നും. അപ്പൊ അഹങ്കരിക്കുകയും കൂടെ ചെയ്താലത്തെ എൻ്റെ അമ്മ, ഇത് അഹങ്കാരമില്ലെങ്കിൽ അഹങ്കാരം പുറത്തെടുക്കല്ലോ കേട്ടോ. എൻ്റെ പൊന്നെണ്ണ താങ്ങൂല്ല നമ്മള്. ഒരാള് സപ്പോർട്ടിന് ഉണ്ടായിരുന്നെങ്കിൽ ആലോചിക്കാറുണ്ടോ? കൂടെ ഒരാൾ മീൻസ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, കുറച്ച് പേരൊക്കെ സപ്പോർട്ടാണ്. മീൻസ് എന്തിന്? ഇല്ല അങ്ങനെയൊന്നുമില്ല. സുധിച്ചേട്ടന് പകരം വെക്കാൻ, സുധിച്ചേട്ടന് പകരം വെക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഇത് മറ്റേ വി ഗാർഡിന് തുല്യം, വി ഗാർഡ് മാത്രം ആ സെറ്റപ്പ് ആണല്ലോ. സുധിച്ചേട്ടന് പകരം വെക്കാൻ ആരുമില്ല. എന്നിട്ട് തൊട്ടടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേട്ടോ തൊട്ടടുത്ത ചോദ്യം. അപ്പൊ ഇനി ഒരു മാരേജ് നടക്കാൻ ചാൻസ് ഉണ്ടോ? ഈശ്വര കൊലക്കുന്ന ചോദ്യം. സുധിച്ചേട്ടന് പകരം മറ്റൊരാളെ പകരം വെക്കാൻ പറ്റത്തില്ല. ഇനിയൊരു മാരേജ് കഴിക്കുമോ? കുഴക്കുന്ന ചോദ്യമായിപ്പോയല്ലോ. ടെക്നിക്ക് എനിക്ക് മനസ്സിലായില്ല. ലിവിങ് ടുഗദർ ആണോ ഉദ്ദേശിച്ചത്? അതോ കുൽസിത രഹിത? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. മനുഷ്യനല്ലേ? മാരേജ്, വിവാഹം. പിന്നെ എന്തരാണ് കുട്ടി ഇത്ര നേരം മനസ്സിലാക്കിയത്? മാരേജ് ആണ്. എന്തരൊക്കെയാണോ അപ്പൊ ലിവിങ് ടുഗദർ ആയിരിക്കും. അസഭ്യം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു പുരുഷനുമായി നാടെറിഞ്ഞ് വിവാഹം കഴിച്ച് കല്യാണപ്പന്തലിൽ വെച്ച് ഒപ്പിട്ട്, അപ്പോൾ ഭർത്താവിന്റെ പേരിടുന്നത് വേറെ ഒപ്പിട്ട് 1 മാസം ഒരു മാസം എന്തോ അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കാതെ തിരിച്ചു വന്നു. അതിനുശേഷം സുധിച്ചേട്ടനെ കെട്ടി. ലിവിങ് ടുഗദർ. പറയില്ല അങ്ങനെ എൻ്റെ അടുത്ത് അറപ്പം വെറുപ്പ് തോന്നിരിക്കുക സാധനം. അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ഉദ്ദേശിച്ചത്? ഈ മാരേജ് ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് വരെ അയ്യോ അപ്പൊ അതിനൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്, കച്ച് കള്ളിപ്പാടുന്നു. എന്തായാലും പുള്ളിക്കാരി ബിഗ് ബോസിലേക്ക് കയറിയിട്ടുണ്ട്. സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത്. അവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ സത്യസന്ധമായി നിൽക്കണം. നിങ്ങൾ എങ്ങനെ പോയാലും ബിഗ് ബോസ് കുറെ കാലം കൊണ്ടുപോകും. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കോൺട്രവേഴ്സി വേണം. അപ്പോൾ എത്ര കോൺട്രവേഴ്സി വന്നാലും ഒരു ബാഹുബലി വിട്ട അമ്പിങ്ങനെ വന്ന് ദേഹത്ത് തിറച്ചാലും ആ തൊലിക്കട്ടി തുളച്ചു കയറാൻ പാടില്ലാത്ത തൊലിക്കട്ടി ഉള്ള ഒരാൾ അവർക്ക് വേണം. എന്നാലേ അവർക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ നിലനിർത്തുവരും. നിങ്ങൾ കുറേ നാൾ നിലനിർത്തും. സാമ്പത്തികമായി രക്ഷപ്പെടട്ടെ, കണ്ടന്റ് പരമായിട്ട് നമ്മൾ രക്ഷപ്പെടട്ടെ.
ഒരു ലവ് ട്രാക്ക് എത്രയും പെട്ടെന്ന് പിടിക്കുക, എന്നിട്ട് അതും പറയുക, എൻ്റെ സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന പേരുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്ന്, അല്ലെങ്കിൽ ഇന്ന പേരുള്ള ഒരാളെ ഇഷ്ടപ്പെടണമെന്ന്, സുധിച്ചേട്ടന് വേണ്ടി ഞാൻ പിന്നെ നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടേക്കാം എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശുഭം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തൂ. PR ജയിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.